കടുത്ത അരക്ഷിതാവസ്ഥയിലേക്ക് ഇന്ത്യ നീങ്ങുന്നുവെന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം കൂട്ടയാക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് US ഹോളോകോസ്റ്റ് മെമ്മോറിയൽ മ്യൂസിയം പുറത്തുവിട്ട ആഗോള വാർഷിക റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. വിശദമായി പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. അമേരിക്കയിലെ ഹോളോകോസ്റ്റ് മെമ്മോറിയൽ മ്യൂസിയം നടത്തിയ പഠനമനുസരിച്ച് അടുത്ത 2 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ കലാപസമാനമായ കൂട്ടയാക്രമണങ്ങൾ നടന്നേക്കും. കൂട്ടക്കൊലകൾ നടക്കാനുള്ള സാധ്യത കൂടുതലുള്ള 168 രാജ്യങ്ങളിൽ 4ാം സ്ഥാനത്താണ് ഇന്ത്യയുള്ളത്. മ്യാൻമർ, ചാഡ്, സുഡാൻ എന്നീ രാജ്യങ്ങളാണ് ആദ്യ 3 സ്ഥാനത്തുള്ളത്. ഇന്ത്യയെ അപേക്ഷിച്ച് ഈ 3 രാജ്യങ്ങളുടെ പ്രത്യേകത എന്നത് ഇപ്പോൾ തന്നെ സംഘർഷഭരിതമായ രാജ്യങ്ങളാണ് ഇവ എന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ കൂട്ടയാക്രമണങ്ങൾ പതിവില്ലാത്ത ഇനി നടക്കാൻ സാധ്യതയുള്ള രാജ്യങ്ങളെ എടുക്കുകയാണെങ്കിൽ 1ാം സ്ഥാനത്താണ് ഇന്ത്യ. വംശമോ മതമോ രാഷ്ട്രീയമോ വാസസ്ഥലമോ ഇങ്ങനെയുള്ള ഘടകങ്ങളുടെ പേരിൽ 1000 സാധാരണക്കാരെങ്കിലും കൊല്ലപ്പെടുന്നതിനെയാണ് കൂട്ടയാക്രമണങ്ങൾ കൊണ്ട് ഗവേഷകർ അർത്ഥമാക്കുന്നത്. മ്യൂസിയത്തിന്റെ ഏർലി വാർണിംഗ് പ്രോജക്റ്റിന്റെ 2025 ഡിസംബറിലെ റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നത്. 2026 അവസാനിക്കുന്നതിന് മുൻപ് ഇന്ത്യയിൽ സാധാരണക്കാർക്കെതിരെ ബോധപൂർവമായ കൂട്ടയാക്രമണങ്ങൾ നടക്കാനുള്ള സാധ്യത 7.5% പ്രവചിക്കുന്നുണ്ട് ഈ പഠനം. മ്യൂസിയത്തിലെയും ഡാർട്ട്മൗത്ത് കോളേജിലെയും ഗവേഷകരാണ് ഈ പഠനത്തിന് പിന്നിലുള്ളത്. പതിറ്റാണ്ടുകളുടെ ചരിത്രരേഖകൾ വിശകലനം ചെയ്താണ് ഇത്തരമൊരു റിപ്പോർട്ടിലേക്ക് അവർ എത്തിയത് എന്നാണ് ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നത്. മുൻപ് കൂട്ടക്കൊലകൾ നടന്ന രാജ്യങ്ങളിൽ നിലനിന്നിരുന്ന സാഹചര്യങ്ങൾ നിലവിൽ എവിടെയൊക്കെയുണ്ട് എന്നതായിരുന്നു ഗവേഷകർ തിരഞ്ഞത്. ജനസംഖ്യ, സാമ്പത്തിക സൂചകങ്ങൾ മുതൽ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന്റെയും സായുധ സംഘടനകളുടെയും ഉൾപ്പെടെ 30ലധികം ഘടകങ്ങളും റിപ്പോർട്ട് തയ്യാറാക്കാനായി പരിശോധിച്ചിരുന്നു. കൂട്ടയാക്രമണങ്ങൾ സംഭവിക്കാതിരിക്കാൻ ഭരണകൂടങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയാണ് പദ്ധതിയുടെ ഉദ്ദേശമെന്നാണ് റിപ്പോർട്ടിന്റെ ആമുഖത്തിൽ പറയുന്നത്. നിലവിലുള്ള അതിക്രമങ്ങൾ വഷളാകുമോ എന്നതിനേക്കാൾ പുതിയ അക്രമ സംഭവങ്ങൾ ഉണ്ടാകുമോ എന്നതിലാണ് റിപ്പോർട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതിലൂടെ അവയെ പ്രതിരോധിക്കാൻ സാധിച്ചേക്കാമെന്നും ഗവേഷകർ കരുതുന്നു. 2024 വരെ ലഭ്യമായ പൊതുവിവരങ്ങളെയാണ് ഈ പഠനം ആശ്രയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2025 സംഭവ വികാസങ്ങൾ ഈ റാങ്കിങ്ങിൽ പരിഗണനാ വിഷയമായിട്ടില്ല എന്നതും എടുത്തു പറയേണ്ടതാണ്. 2014 മുതൽ ഏർലി വാർണിംഗ് പ്രൊജക്ടിന്റെ വാർഷിക റിപ്പോർട്ടുകൾ പുറത്തിറക്കുന്നുണ്ട്. അന്നും പക്ഷേ പല ഭരണകൂടങ്ങളും മുന്നറിയിപ്പുകൾ വേണ്ടത്ര പരിഗണിച്ചില്ല എന്നാണ് ഗവേഷകർ തന്നെ ചൂണ്ടിക്കാട്ടുന്നത്. അടുത്തിടെയാണ് അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ത്യ ഹേറ്റ് ലാബിന്റെ 2025 റിപ്പോർട്ടും പുറത്തു വന്നത്. ഇന്ത്യയിൽ മതന്യൂനപക്ഷങ്ങളെ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ലക്ഷ്യം വെച്ചുള്ള വിദ്വേഷ പ്രചാരണങ്ങളിൽ വൻ വർധനയാണ് കഴിഞ്ഞ വർഷം ഉണ്ടായിരിക്കുന്നത് എന്നായിരുന്നു റിപ്പോർട്ട് വ്യക്തമാക്കിയത്. പ്രതിദിനം ശരാശരി 4 വിദ്വേഷ പ്രസംഗങ്ങളെങ്കിലും ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്. 2023 താരതമ്യപ്പെടുത്തുമ്പോൾ 90%-ലധികമാണ് 2025 വർധന. 1318 വിദ്വേഷ പ്രസംഗങ്ങൾക്കെങ്കിലും 2025 രാജ്യം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് എന്നാണ് ഇന്ത്യ ഹേറ്റ് ലാബ് റിപ്പോർട്ട് പറയുന്നത്. 2025 മുസ്ലിങ്ങൾക്കെതിരായ വിദ്വേഷ പ്രചാരണങ്ങൾക്ക് പുറമെ ക്രൈസ്തവർക്കെതിരായ പ്രചാരണങ്ങളിലെ വർധനവും എടുത്തു പറയേണ്ട വസ്തുതയാണ്. മുസ്ലിങ്ങൾക്കെതിരായ പ്രചാരണങ്ങളിൽ നേതൃത്വം കൊടുത്തിരിക്കുന്നത് പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ഉൾപ്പെടെ ഉള്ളവരാണ് എന്നതും ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. 10ൽ 9 എണ്ണവും നടന്നിരിക്കുന്നത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണെന്നതും ശ്രദ്ധേയമാണ്.